ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നല്ല സോഫ്റ്റ് കലത്തപ്പം റെഡിയാക്കാമെന്ന് നോക്കാം. ഇത് കുക്കറിൽ റെഡിയാക്കുന്നത് കൊണ്ട് ചില ഭാഗത്തൊക്കെ കുക്കറപ്പം എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, അതുപോലെ വളരെ സിമ്പിളാണ് റെഡിയാക്കിയെടുക്കാൻ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ നാഴി പച്ചരി എടുത്തിട്ടുണ്ട്. നാഴി അരി വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി ഒരു 2-3 തവണ കഴുകിയ ശേഷം നമുക്കിത് കുതിർത്താൻ വേണ്ടി വെക്കാം. ഞാനിവിടെ അരി വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ അരി നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി ഒന്നുകൂടെ കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മുഴുവനായിട്ടുള്ള ഏലക്ക ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, നമ്മളിതിൽ ശർക്കരപ്പാനിയും കൂടെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം അധികമായത് കാരണം ഞാൻ ഇതൊന്ന് കുറച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് കുറച്ച് വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അരയ്ക്കുമ്പോൾ നല്ല ഫൈനായി തന്നെ അരക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അപ്പസോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് 3 അച്ച് ശർക്കര വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ ശർക്കരയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ശർക്കര ഇവിടെ തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഈ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ശർക്കര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മളിത് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചൂടാറാനൊന്നും വെക്കരുത്, പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം. ഒരരിപ്പ വെച്ച് അതിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കുന്നതിനൊപ്പം ഒന്ന് ഇളക്കി കൊടുക്കാൻ പറ്റിയ അങ്ങനെ കൂടെ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മാവ് കട്ട പിടിക്കും. അവിടെയും ഇവിടെയും അങ്ങനെ കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് ഈ ചൂടോടെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. ഈ മാവ് തണുക്കാൻ വെക്കരുത് കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, അത് കൊത്തായി അരിഞ്ഞിട്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2-3-4 കുഞ്ഞുള്ളി, അതായത് ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും തേങ്ങയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ളത് അതിൽ തന്നെ ഇരുന്നോട്ടെ. നല്ല ചൂടായിട്ടാണ് കുക്കർ ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം, അപ്പോഴാണ് നമ്മുടെ കലത്തപ്പം പെർഫെക്റ്റായി ആര് വരുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും തേങ്ങാക്കൊത്തും മൂപ്പിച്ചത് വെറുതെ ജസ്റ്റ് ഒന്ന് മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആ തേങ്ങ ഒക്കെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി കുക്കറിൻ്റെ മൂബീസിൽ മാറ്റിയ ശേഷം നമ്മളിത് അടച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഒരു 3 സെക്കൻഡ് ആയി ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 സെക്കൻഡിന് ശേഷം നമ്മളിത് ഏറ്റവും സിമ്മിലാണ് ഇട്ട് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ കണ്ടില്ലേ, ഇതിന്ന് ഇങ്ങനെ ആവി പുറത്തേക്ക് പോകുന്നുണ്ട്. അതേപോലെ വെള്ളക്കുമിളകൾ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. നമുക്ക് 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2-3-4 മിനിറ്റും കൂടെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് കുത്തി നോക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിയ ശേഷം കുക്കറിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതിങ്ങനെ വിട്ട് വരും. അപ്പോൾ നമുക്കിത് പുറത്തെടുക്കാം. ചൂടാറിയപ്പോൾ കണ്ടില്ലേ, ഇതാ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പുറത്തെടുക്കാം. കണ്ടോ, അടിവശമൊന്നും കരിയാതെ നല്ല കറക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. അടിവശവും മുകൾ വശമൊക്കെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ല ഇത് എത്ര സോഫ്റ്റാണ് എന്നുള്ളത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പൊട്ടി പോവാതെ നോക്കണേ, അത്രയും സോഫ്റ്റാണിത്.
കണ്ടോ നന്നായി ആരൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാൻ. മധുരമൊക്കെ കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ആർക്കും കലത്തപ്പം നേരെ ആയില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല. ഇതേ മെത്തേഡിൽ റെഡിയാക്കി നോക്കിയാൽ മതി. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.